സാമ്പലും അജ്മീറിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പൊ അജ്മീർ സാമ്പലിൽ സംഭവിച്ചത് കുറച്ചുകൂടി അക്രമാസക്തമായി. അവിടെ വീണ്ടും ഈ അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞു, ഏതോ ഒരു അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നു. അപ്പോൾ അത് കോടതിയിൽ എത്തുന്നു, കോടതി ഉടനെ തന്നെ ഉത്തരവിടുന്നു. ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഷാഹി ജമാ മസ്ജിദാണ് സാമ്പലുള്ള, അതിന്റെ താഴെയാണ് ഒരു ശിവക്ഷേത്രമാണെന്നാണ് മനസ്സിലാവുന്നത്. അതെ, അപ്പോൾ അവിടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞുള്ള ഈ ഹർജിയോ അങ്ങനെ എന്തോ കൊടുത്തപ്പോൾ കോടതി ഉത്തരവിടുന്നു. ഉടനെ തന്നെ അധികൃതർ അവിടെ സർവേയുമായി ബന്ധപ്പെട്ട് ഒക്കെ വരുന്നു. ആദ്യം സർവേ എടുക്കാനാണല്ലോ പറയാം അവിടെ. അപ്പോൾ നമുക്കറിയാം ഈ 1947 ഓഗസ്റ്റ് 15 ഉണ്ടായ എല്ലാ ആരാധനാലയങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടറിൽ തന്നെ അത് സൂക്ഷിക്കണം, എക്സെപ്റ്റ് രാമജന്മഭൂമിയും പിന്നെ ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും, അതായത് ഇപ്പോൾ താജ്മഹൽ പോലെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ഒരു 100 വർഷം പഴക്കമുള്ള സ്ഥലങ്ങളും രാമജന്മഭൂമി ഒഴികെ ഉള്ള സ്ഥലങ്ങൾ ഇന്നത്തെ നിയമപ്രകാരമാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നോ അതുപോലെ തന്നെ സൂക്ഷിക്കണം എന്നായിരുന്നു 1991 ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ അതിനകത്ത് കൂട്ടിച്ചേർത്ത ഭാഗം. അപ്പോൾ അത് പ്രകാരം ആയിരുന്നു കുറേ കാലമായിട്ട് ഈ വിഷയങ്ങളൊക്കെ കുറച്ച് തടഞ്ഞിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ഒരു വാക്കാലൊരു പരാമർശം നടത്തി. സെക്ഷൻ 2(3) ആ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ 2, 3, 4 അതിന് ഈ പറയുന്ന 1947 ഓഗസ്റ്റ് 15 ഒറിജിനൽ ക്യാരക്ടർ നിലനിർത്തുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒറിജിനൽ ക്യാരക്ടർ എന്താണ് എന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതിനെതിരല്ല എന്ന്. അതായത് നിങ്ങൾക്ക് ഒറിജിനൽ ക്യാരക്ടർ എന്താണെന്ന് സ്ഥാപിക്കാൻ ഇതുപോലത്തെ സർവേ നടത്തുന്നതിന് ആ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എതിരല്ല എന്ന് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിഷയം വെച്ചിട്ടാണ് ഇപ്പോൾ പല ഇതുപോലത്തെ ഹർജികളും അല്ലെങ്കിൽ ഇതുപോലത്തെ ആവശ്യങ്ങളുമായിട്ട് കേസുകൾ വരുന്നത്. കാരണം ഒറിജിനൽ ക്യാരക്ടർ 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് കേസും ഏത് പള്ളിക്കോ അമ്പലത്തിനെതിരോ ഒക്കെ കൊടുക്കാം, അങ്ങനെ ഒരു വകുപ്പുണ്ട്. അപ്പോൾ അത് പ്രകാരം സമ്പല് സംഭവിച്ചാണ്. പക്ഷേ ഇവിടെ ഇഷ്യൂ വീണ്ടും വരും. ഇപ്പോൾ ഒരു കേസ് വരുന്നു, ഇത് ഓക്കെ, അതിന് രാഷ്ട്രീയപരമായ മോട്ടിവേഷൻ, മതപരമായ മോട്ടിവേഷനൊക്കെ ഉണ്ടാവും. കേസ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സർവേക്ക് വരുന്ന ആളുകൾക്ക് നേരെ കല്ലെറിയുന്നതല്ല അതിനുള്ള പ്രതികരണം. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് നമ്മൾ പണ്ട് ഹരിയാനയിലെ നൂഹിൽ ഒരു കലാപം ഉണ്ടായപ്പോൾ ഇതാണ് സംഭവിച്ചത്. അവിടെ ഈ എനിക്കൊന്ന് ബജ്രംഗ് ദളോ അവർ ഒരു പ്രൊസഷൻ അവർ നൂഹിൻ്റെ മുസ്ലിം ഏരിയയിലൂടെ പോകുന്നു, അവരെന്തോ മുദ്രാവാക്യം വിളിച്ചു. പക്ഷെ അതിൻ്റെ പേരിൽ ഇവരെന്ത് ചെയ്തു? കല്ലെറിയാൻ തുടങ്ങി ഈ ആൾക്കാരെ. അപ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് അധികൃതർ അവിടെ പള്ളി സർവേ ചെയ്യാൻ വരുന്ന സമയത്ത് അവരെ നേരെ കല്ലെറിയലും അവിടെ അക്രമാസക്തമായിട്ട് ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നത് അതിന് പ്രതികരണമല്ല. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ വെടിവെപ്പിൽ 4 പേരോളം മരിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. പോലീസ്, അവിടുത്തെ രീതി അറിയാമല്ലോ, അവിടെ പോലീസിൻ്റെ പ്രതികരണങ്ങളൊക്കെ വളരെ കഠിനമാണ്. ബുൾഡോസർ വെടിവെപ്പൊക്കെ അവിടെ നടക്കാറുണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഉത്സുകതയും കൂടി നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ അക്രമം എത്രത്തോളം ഉണ്ടോ അതിൻ്റെ 10 മടങ്ങാണ് അവിടുത്തെ ആൾക്കാരുടെ അക്രമത്തിൻ്റെ ഒരു ലെവലൊക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ സമ്പലിൽ സംഭവിച്ചത്. ഇതേപോലെ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട് അവിടെയും ഇതുപോലെ ഒരു അമ്പലത്തിൻ്റെ ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്, നമ്മളിപ്പോൾ ഈ പൊതുവിൽ ഇവർ ഭയങ്കര കുട്ടപ്പന്മാരായി അഭിനയിക്കുമെങ്കിലും ഈ 2 മതങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വർഗീയതയുണ്ട്. ആ വർഗീയതയുടെ എന്താ പറയുക, അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയ ഭാഗം ചരിത്രവും രാഷ്ട്രീയവും. അപ്പോൾ അതിൻ്റെ കുറേ അലവലികളാണ്. ഈ 2 മതവും പരസ്പര ആധിപത്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വഖഫ് നിയമവും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിനൊരു ഭാഗത്ത് മറ്റേ കൂട്ടത്തിൽ ശ്രമിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ഇങ്ങനത്തെ കാര്യം ഇപ്പോൾ ഞാനിതൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ മാറ്റി വെച്ച് അടുത്ത വാർത്തയിലേക്ക് പോകും. കാരണം ഇതിൽ നമുക്കൊരു സ്റ്റേക്ക് ഒന്നുമില്ല. ഇവർ തമ്മിൽ എന്തൊക്കെ കാര്യം പക തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. ഒരു വശത്ത് വഖഫിന് വേണ്ടി വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെന്താണ് അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം, അതേപോലത്തെ മതപരമായ വർഗീയമായിട്ടുള്ള ഉദ്ദേശം തന്നെയാണ് ഇതിനകത്തും. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ പണ്ട് അമ്പലങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അത്
ഹിന്ദുക്കൾ മാത്രമുള്ള സമയത്തായിരിക്കും ഹിന്ദുക്കളും ബുദ്ധന്മാരും തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ശൈവരും വൈഷ്ണവരും ഒക്കെ തമ്മിലായിരിക്കും. കാരണം രാജാക്കന്മാർ രാജഭരണം ഉണ്ടായിരുന്ന പല മിഡീവൽ അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ ഈ അമ്പലങ്ങൾ എന്ന് പറഞ്ഞത് ശക്തി കേന്ദ്രങ്ങളും സമ്പത്തിന്റെ കേന്ദ്രങ്ങളൊക്കെയാണ്. അപ്പോൾ പരസ്പരം അവർ അടി ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ആക്രമിക്കുന്നതും കൊള്ളയടിക്കുന്നതും ഒക്കെ ഇതായിരിക്കും. അതിപ്പോൾ ഹിന്ദുക്കൾ മാത്രമുള്ള സമയത്ത് അവർ തമ്മിലായിരിക്കും. പിന്നെ പുറത്തുനിന്ന് മുസ്ലിം രാജാക്കന്മാർ വന്നപ്പോൾ അവർക്ക് മതപരമായ മോട്ടിവേഷനും കൂടി. അപ്പോൾ ഏത് പള്ളി എടുത്താലും ചിലപ്പോൾ നമ്മുടെ വീടിന് താഴെയും ഒരു അമ്പലത്തിൻ്റെ ഒക്കെ അവശിഷ്ടം കിട്ടാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇവിടുത്തെ വോക്കുകൾ ഇതിനെ പ്രതിരോധിക്കുന്ന അവിടെ അമ്പലമേ ഇല്ല അതൊക്കെ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അങ്ങനെ കണ്ടെത്തിയാൽ വീണ്ടും നിങ്ങളുടെ ഭാഗം അവിടെ പ്രശ്നമാവും. ഇവിടെ ആകെ ആ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം വേണം. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. പിന്നെ ഈ അമ്പലം വന്നതുകൊണ്ട് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അമ്പലം വന്നുകൊണ്ടോ പള്ളി വന്നുകൊണ്ടോ ആർക്കും പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ പള്ളി വരുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല. അത് വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ അമ്പലത്തിനേക്കാളും പള്ളിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല. ഇനി ഈ പ്രശ്നം കറക്റ്റായിട്ട് പരിഹരിക്കാൻ ആ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ ഇതുപോലത്തെ നൂലാമാലകൾ എടുത്ത് ഒഴിവാക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ക്ലോസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് അധികൃതർ വരികയാണ്, അപ്പോൾ പോലീസ് വരികയാണ്. ആ സമയത്ത് അവർക്ക് നേരെ കല്ലെറിയുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതൊക്കെ നടന്നു, അവർക്കൊക്കെ രാഷ്ട്രീയപരമായ ഉദ്ദേശമുണ്ട്, പിന്നെ ഹിന്ദു വിഭാഗത്തിന് അവർക്ക് വർഗീയപരമായിട്ട് ഉദ്ദേശം ഉണ്ടാവും. പക്ഷെ അവരുടെ ഭാഗത്ത് കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അവർ കേസാണ് കൊടുത്തത്, അവരുടെ ഭാഗത്ത് രേഖയുണ്ട്, അവർ പറയുന്നത് ഒരുപക്ഷെ ശരിയുമായിരിക്കാം. അവർ വെറുതെ ഒരു വാക്കാൽ പറഞ്ഞാണെങ്കിൽ തന്നെ ചിലപ്പോൾ ആള് ശിവലിംഗം കണ്ടെത്തി സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ പണ്ട് ഇതുപോലത്തെ ആക്രമണങ്ങളിൽ ഈ ആരാധനാലയങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ തകർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഹിസ്റ്റോറിയൻസ്, അതും ന്യൂട്രലായ ഹിസ്റ്റോറിയൻസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങളാണ്. അത് ഹിന്ദുക്കൾ പരസ്പരം തകർത്ത കഥകളുണ്ട്, മുസ്ലിം രാജാക്കന്മാർ തകർത്ത കഥകളുണ്ട്. അപ്പൊ അതെ, ഈ അമ്പലങ്ങൾ ആരിഫ് പറഞ്ഞോ, ഞാൻ പിന്നെ പറയാം. അല്ല, ഒറ്റ കാര്യമുള്ളൂ. അതായത് ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു നിരന്തരം ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇനി ഉന്നയിച്ച് കഴിഞ്ഞു, അത് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ആ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊണ്ട് അതിനകത്തൊരു തീർപ്പുണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കുക. അതിവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ചില അമ്പലത്തിൻ്റെ വിഷയം വന്നപ്പോൾ കെ മുഹമ്മദ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതേപോലെ വരുന്നു, കോടതി ഉത്തരവിടുന്നു, പരാതി ഒരു വലിയ വിഷയമാകുന്നു, അത് അന്വേഷിച്ച് ചെല്ലുന്നു, SI ചെന്ന് കുഴിക്കുന്നു, കുഴിച്ചപ്പോൾ ഒന്നും കാണുന്നില്ല, അത് ഇതിൻ്റെ താഴെ അമ്പലമില്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്തിട്ടുള്ള സംഗതി പോലും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ആംബിഗ്വിറ്റി ഇവിടെ ഉണ്ടാകുമ്പോൾ, ഒരു അൺസർട്ടൈനിറ്റി ഉണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള വിഷയങ്ങൾ ഇങ്ങനെ പെർപെച്വേറ്റ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുക, അതിൻ്റെ പേരിലുള്ള റാഡിക്കലൈസേഷൻ പോലുള്ള സാധ്യത. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ളൊരു വലിയൊരു വഴിയാണ് ഈ കോടതിയിലൂടെ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് ഒരു 50 ഒരു കൺവിക്ഷൻ റേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എന്താണ് ടെമ്പിൾ ഡിറ്റക്ഷൻ റേറ്റ് നമ്മൾ ഇതിനകത്ത് അസസ് ചെയ്യുക. നിങ്ങളൊരു 100 സൈറ്റ്സ് ക്ലെയിം ചെയ്തപ്പോൾ അതിനകത്ത് എത്ര എണ്ണത്തിൽ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഒരു 100 എണ്ണത്തിൽ ഒരു 10 എണ്ണത്തിലേ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ എന്ന് വരുമ്പോൾ അവിടെ ആ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. ഇനി 50% ഉള്ളൂ എന്ന് കൂട്ടുക, അപ്പോഴും അത് കുറവ് തന്നെയാണ്, 50-50 ആണ്. അപ്പോൾ അതെന്താ, ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റ് തനിയെ കുറയും. ഇതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെ നിയമത്തിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് വരുന്ന വലിയ തെറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നിയമത്തിൻ്റെ വഴിക്ക് വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, ബാബറി മസ്ജിദ് പൊളിച്ച മാതിരി പൊളിച്ചാൽ അത് പ്രശ്നം, നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കൊണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതും പ്രശ്നം. പിന്നെ എന്താ ഇപ്പോൾ ഇവിടെ ചെയ്യുക? അതാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഒറ്റ വഴിയുള്ളൂ, നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാലഘട്ടം, അതൊരു ട്രാൻസിഷൻ പീരീഡായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് ഇന്നോവേറ്റബിൾ ആണെന്നാണ് ഞാൻ പറയുക. ഈ ഹിന്ദു മുസ്ലിം ഈ ഒരു റൈവൽറി, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഫേസ് ഔട്ട് ചെയ്യും ഒരു കാലം കഴിയുമ്പോൾ. അതിൽ സംഭവിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ അമ്പലം. അത് ഞങ്ങൾ പണ്ട് കുറേ കുഴിച്ചിട്ടുള്ള, കുറേണത്തേക്ക് കിട്ടി, കുറേണത്തേക്ക് കിട്ടിയില്ല, ഇനി അത് കുഴിക്കുന്നത് വലിയ കഥയൊന്നുമില്ല എന്ന് പറഞ്ഞ് തീർക്കാനുള്ളൊരു ഘട്ടമാണ് ഈ പറഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ ആ ഒരു ആംഗിളിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് എനിക്കതിൽ പറയാനുള്ളത്. യെസ്, എനിക്കിതിൽ പറയാനുള്ളത് ആരിഫ് പറഞ്ഞത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് ഇതൊരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണ്. അപ്പം ഇപ്പോൾ ഉള്ള പ്രോപ്പർട്ടി ആരുടെ പേരിലാണോ അതിൻ്റെ പുറകിലേക്ക് നമ്മൾ കുഴിച്ച് എങ്ങനെ പോയാലും
അവസാനം നമുക്ക് ഈ ചിലപ്പോൾ കുഴിച്ച് അപ്പുറത്ത് എത്തേണ്ടി വരും. ഭൂമിയുടെ മറ്റേ പോയിന്റിൽ എത്തിയാലും ഈ കുഴി തീരില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റസ് പ്രോപ്പർട്ടി ആരുടെയാണ്? ഇപ്പം നമ്മുടെ എല്ലാം പ്രോപ്പർട്ടി ചിലപ്പോൾ തപ്പി നോക്കുമ്പോൾ നമ്മളൊക്കെ പുറത്തുനിന്ന് വന്നവരായിരിക്കാം. അപ്പോൾ അവിടെ അതിന് ക്ലെയിം വരും. ഞങ്ങളുടെ പൂർവികർ താമസിച്ചിരുന്നതാണെന്ന് പറയുമ്പോൾ ഈ ആൻസസ്ട്രി ക്ലെയിം ചെയ്തിട്ട്, പ്രോപ്പർട്ടിക്കുള്ള ആൻസസ്ട്രി ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത്, ആൻസസ്ട്രൽ ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത് നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ എവിടെയും എത്തില്ല. അത് ഇപ്പോൾ ഈ സെയിം തിങ് ഈ നമ്മുടെ വഖഫ് ബോർഡ് ചെയ്യുന്ന അതേ എന്താ പറയുക തന്ത്രം അത് തന്നെയാണ് മറ്റവരും ചെയ്യുന്നത്. എനിക്ക് വേറൊരു പോയിൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഇതിലേക്ക് വന്നതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ നമ്മൾ യൂറോപ്പിലും എൻ്റെ വീഡിയോ സ്റ്റക്കായോ അതോ വർക്ക് ചെയ്യുന്നുണ്ടോ? ചെറുതാണല്ലോ, ചെറിയൊരു സ്റ്റക്ക്, അത് കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഉറങ്ങുന്ന പോലെ ഇരിക്കും. കറക്റ്റ്. അതായത് ഈ ഓസ്ട്രേലിയ ഇല്ല, ഒരു കാര്യവും നടക്കണില്ല. ഓസ്ട്രേലിയ, അതേപോലെ ന്യൂസിലൻഡ്, കാനഡ ഇതുപോലത്തെ രാജ്യങ്ങളിൽ ഒരു സമയത്ത് വലിയ രീതിയിലും ഈ പറഞ്ഞ കണക്ക് ഈ കാത്തലിക് പ്രീസ്റ്റുകളുടെ ഒരു ശല്യം ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇത് വെബ് ക്യാമാണ്, ഫ്രണ്ടിൽ അലവലാതി ക്യാം. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, UK ഇവിടെയെല്ലാം ഈ പ്രീസ്റ്റ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം കൊണ്ട് കേസൊക്കെ വന്ന് ശിക്ഷ വിധിച്ചു. പക്ഷേ അതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. മില്യൺസ് ഓഫ് US$ were given out as compensation. അത് ആരാണ് കൊടുക്കുന്നത്? വാറ്റിക്കനാണ് കൊടുക്കുന്നത്. അതേപോലെ ഈ വഖഫ് ബോർഡിന് അല്ലെങ്കിൽ ഈ ഉലമ അവർക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റംസ് സെറ്റപ്പ് ചെയ്യുക, സർവൈലൻസ് സെറ്റപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ മദ്രസ പീഡനത്തിന് ഇത്ര കോടി വെച്ച് നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു ആപ്പ് അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ രീതിയിലൊരു ശമനം വരും എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഇതിന് എത്ര പേര് യോജിക്കും എന്നറിയില്ല, എങ്കിലും ഒരു പോം വഴിയാണ്. കാരണം കാശുണ്ടല്ലോ, ഈ പ്രോപ്പർട്ടി എല്ലാം എടുത്ത് കൈ വെച്ചിരിക്കുകയാണ്. ഈ തേങ്ങയും ഈ പറമ്പിലുള്ള ഈ വിളവെല്ലാം എടുത്തുകൊണ്ട് പോവല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഈ പിള്ളേർക്ക്, അവരുടെ കുടുംബത്തിന് ഈ പീഡനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അത് കണ്ടെത്തണം. വാലിഡ് കേസായിരിക്കണം. അതിനാണ് സർവൈലൻസ് വയ്ക്കേണ്ടത്. അത് അവരെ ചിലവിൽ ചെയ്യണം, വഖഫിൻ്റെ ചിലവിൽ ചെയ്ത് ഇത് ഒരു തർത്തീബാക്കാവുന്നുള്ളൊരു കാര്യമാണ്. അത് റൈറ്റ്. യെസ്. ഇപ്പോൾ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഈ ഒറിജിനൽ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സർവേ നടത്താം എന്നുള്ള ഭാഗം മാത്രം ഞാൻ കേട്ടു. പക്ഷേ ഈ സർവേ നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീടുള്ള പ്രൊസീഡിങ്സ് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം സർവേ നടത്തി ഇത് ഒറിജിനൽ ക്യാരക്ടറിൽ കുറച്ച് ഭാഗം ഇപ്പോൾ അമ്പലത്തിൻ്റെ ആണെന്ന് ഇപ്പോൾ ഗയാൻവാപ്പിയിലൊക്കെ സംഭവിച്ച പോലെ അവിടെയൊക്കെ നടന്ന പ്രൊസീഡിങ്സ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ പ്രാർത്ഥിക്കാനൊക്കെ അവർ ഇത് അവസരം കൊടുത്തു. പക്ഷേ ഈ ഓറൽ ആയിട്ട് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ നിയമം എന്താണ്, ഏത് നിയമം പ്രകാരം പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഒറിജിനൽ ക്യാരക്ടർ നിലനിർത്തണം എന്നാണ്. പക്ഷെ ഒറിജിനൽ ക്യാരക്ടർ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ വേണ്ടി എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി സർവേ നടത്തിയാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ പറയുന്ന പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ നേരെ കടകവിരുദ്ധമാവില്ലേ? കാരണം അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ വേണം, ഈ സർവേ നടത്തി ഇത് ആയിക്കഴിഞ്ഞാൽ അത് മാറ്റണം എന്ന് വരേണ്ടി വരും. അപ്പൊ അത് എന്താണെന്ന് ഇപ്പോഴും കൃത്യമല്ല. അങ്ങനെയല്ല വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലുണ്ട്. അതായത് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു, അതിന് ഒരു സാധ്യത വന്നു കഴിയുമ്പോൾ അവരവിടെ ചെയ്യുന്നത് ഒരു ഈക്വൽ ഒരു ഓണർഷിപ്പ് കൊടുക്കുകയാണ് അതിനകത്ത്, ഹിന്ദു സൈഡിനും മുസ്ലിം സൈഡിനും. എന്നിട്ട് രണ്ടുപേർക്കും അവിടെ ആരാധനാ സൗകര്യം കൊടുക്കുന്നു. അവർക്ക് അവരുടെ ഒരു ഏരിയ, ഇവർക്ക് ഇവരുടെ ഒരു ഏരിയ. എന്നിട്ട് അത് സ്പെഷ്യൽ എൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അത് കോഎക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു വഴി. ഞാൻ പറയാ അതൊരു കണക്കിന് നല്ലതാണെന്നാണ്. ഇപ്പോൾ ഗ്യാൻവാപ്പിയിൽ അങ്ങനെ സ്ഥാപിച്ചു എന്ന് വിചാരിക്കാം. അവിടെ ആ സൈറ്റ് രണ്ട് കൂട്ടർക്കും ഒരു എന്താ പറയുക മൾട്ടി ഫെയ്ത്ത് ഒരു സെൻറ്ററായിട്ട് മാറുക എന്ന് പറയുന്നത് അതിൽ പരം ഒരു തോൽവി വേറെന്താ ഉള്ളത്? അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. കാരണം അത് ശിർക്കല്ല, ഇവര് തമ്മിൽ ഒത്തുപോകില്ല. അതാണ് പ്രശ്നം. കോടതിയിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അതാണ് ഇതാണ് ഇപ്പോൾ ഈ ഹിന്ദു ആചാരപ്രകാരം അങ്ങനെ ഉള്ള ഈ ഒരു പരമത വിദ്വേഷം
നിങ്ങളിപ്പോൾ ഏതെടുത്ത് നോക്കിയാലും അങ്ങനെ ഒരു ഇതില്ല. രാജാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇസ്ലാമിൻ്റെ ടെനറ്റ്സിൽ കൃത്യമായിട്ട് പരമത വിദ്വേഷമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പുറത്ത് അയൽവക്കത്ത് ഒരു വേറൊരു മതം, സൗഹൃദബന്ധം പോലും പാടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ? അല്ല, തിയററ്റിക്കലി അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയിൽ കോഎക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഇരു കൂട്ടരും എന്താ പറയുക, തയ്യാറാകേണ്ടി വരുമല്ലോ കോടതി വിധികളൊക്കെ വരുമ്പോൾ. അപ്പോൾ പിന്നെ ഇത് അവിടെ ഒരു വഴിയായിട്ട് വരും. അപ്പോൾ അത് ലോങ് ടേമിൽ അത് ബെനിഫിറ്റ് ആവും തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും ഇത് നമുക്ക് റിസോൾവ് ചെയ്ത് പോയേ പറ്റുള്ളൂ. ഒരു റിയാലിറ്റിയാണ്, ഒരു ഹാർഡ് റിയാലിറ്റിയാണിത്. നമുക്കിതിനെ ഇല്ല, ഇങ്ങനെ ഒരു സാധനം ഇല്ല, അതിൻ്റെ അടിയിലൊന്നുമില്ല. ഇന്നാൾ ഇപ്പോൾ ആരോ ആളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ്. അതായത് ബാബറി മസ്ജിദ് കുഴിച്ച് അതിൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ അമ്പലത്തിൻ്റെ അവശിഷ്ടം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിനെക്കുറിച്ച് കേട്ടിട്ടും കൂടിയില്ല. ഈ അടുത്ത ഒരാൾ വിളിച്ചപ്പോഴാണ്, ഏതോ കോയക്കോളിങ്ങിലാന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, അതിനടിയിൽ കിട്ടിയോ എന്നൊക്കെയാണ് ആൾ ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, ആ ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള ചില ചരിത്രം, അവർ പറഞ്ഞു വെച്ചിട്ടുള്ള ചില വിവരങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഫാക്ട് ചെക്കിങ്ങും നടത്തുന്നില്ല എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ കാര്യം. ഇത് മറ്റേ ആ സൈറ്റ് ASI വന്ന് ഖനനം ചെയ്ത് അതിൽ നിന്ന് 10-40ഓളം തൂണുകൾ, മറ്റ് പല സാധനങ്ങൾ അതിൽ നിന്ന് കുഴിച്ചെടുത്തതിൻ്റെ രേഖകൾ ഇവിടെ ഉണ്ട്. അതിവിടെ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഉള്ളതിനുണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ASI അത് പറഞ്ഞിട്ടുണ്ട്, KK മുഹമ്മദ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ചില അമ്പലത്തിന് ഇതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ഞങ്ങൾ കുഴിച്ചു, ആ പള്ളിയുടെ അടിയിൽ വന്ന് കുഴിച്ചപ്പോൾ അതിലൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ പരിപാടിയായിട്ട് നടക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് നമ്മളിവിടെ മുന്നേ പ്ലേ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ആ വിഷയം. അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങോട്ട് കൊടുത്തുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് പുള്ളി അതിനെക്കുറിച്ച് 2 മാസം മുമ്പ് അല്ലല്ല, ഈ വിഷയം ഉണ്ടായ സമയത്ത് നമ്മളുടെ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അതിനുള്ള തെളിവുകൾ നമുക്ക് വേറെ വെക്കാം എന്തായാലും. അപ്പോൾ ഇതാണ് കഥ. യെസ്, നമുക്കിനി അല്ല, മാത്രമല്ല ഇന്ത്യയിൽ എവിടെ നമ്മൾ കുഴിച്ചാലും, പബ്ലിക് പ്ലേസസിൽ എവിടെ കുഴിച്ചാലും എന്തെങ്കിലും ഒരു ശിവലിംഗം കിട്ടും, ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ. കാരണം അത്രമാത്രം പോപ്പുലറായിരുന്നു. എല്ലായിടത്തും വിശ്വാസങ്ങളുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ ഒരുപാട് ഈ മുസ്ലിം ഭരണാധികാരികൾ കൈയടക്കുമ്പോഴത്തേക്കും പബ്ലിക് സ്പേസല്ലേ അവരാദ്യം എടുക്കും. അപ്പോൾ അങ്ങനെ ദേവാലയങ്ങൾ കൊള്ളയടിക്കാറുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്, പരസ്പരം കൊള്ളയടിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ അതിനെ ന്യായീകരിച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇപ്പോഴുള്ള ദേവാലയങ്ങൾ, അത് പള്ളി ആയിക്കോട്ടെ അമ്പലമായിക്കോട്ടെ, ഇതിനെ ക്ലെയിം ചെയ്യുന്ന പരിപാടി ഇപ്പോൾ പാർലമെൻറ്റ് വരെ ക്ലെയിം ചെയ്തിരിക്കുകയാണ്. താജ്മഹൽ ഇപ്പോൾ വഖഫ് ക്ലെയിം ചെയ്ത് 2016 ക്ലെയിം ചെയ്തത്. എന്നിട്ട് അത് ഡിസ്മിസ് ചെയ്ത് ഏത് മുഗളന്മാർ ഉണ്ടാക്കിയ, അവർ നിർമ്മിച്ച എല്ലാ കൺസ്ട്രക്ഷൻസിനെയും ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ഫോർട്ട് ക്ലെയിം ചെയ്യാം, കുത്തുബ് മിനാർ, റെഡ് ഫോർട്ട്. അതുപോലെ കുത്തുബ് മിനാർ 4-5 അമ്പലങ്ങൾ പൊളിച്ചതിൻ്റെ എന്താ പറയുക, സ്പോയിലിയോ, ഇതിന് നമ്മൾ ആർക്കിടെക്ചറിൽ പറയുന്നത് സ്പോയിലിയോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പൊളിഞ്ഞ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സ്ട്രക്ചേഴ്സ്. ഇപ്പം ചിദംബരത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗംഗൈക്കൊണ്ട ചോലപ്പുറം തമിഴ്നാട്ടിൽ, അവിടെ അമ്പലം പൊളിച്ച സ്ട്രക്ചർ വെച്ചിട്ട് റോഡുകൾ വരെ പണിഞ്ഞിട്ടുണ്ട്. ഇതൊരു കോമൺ ഫീച്ചറാണ്. കാരണം ഈ പ്രതിഷ്ഠയും അതുപോലെ അതിൻ്റെ ആ ഒരു സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് ആ പ്ലേസിനാണ്, അല്ലാതെ സ്ട്രക്ചറിനല്ല. അതാണ് ആദ്യം ഈ വിശ്വാസികൾ ഇതിനുവേണ്ടി വഴക്ക് കൂടുന്നവർ മനസ്സിലാക്കേണ്ടത്. ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ ഈ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിന് വലിയ പ്രസക്തിയില്ല, അതുകൊണ്ട് അത് പൊളിച്ചിട്ട് വീണ്ടും കൺസ്ട്രക്ട് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ അത് ഇവിടെ സമ്മതിക്കൂലല്ലേ. ഇവരുടെ ഈ ദൈവം എവിടെ പോയി എന്നാണ് ഞാനിപ്പോ ഇതൊക്കെ കാണുമ്പോ, രണ്ടു കൂട്ടരുടെ ദൈവത്തെ കാണാനില്ല. അല്ല, അടി ഒഴിവാക്കാനായിട്ടുള്ള ഉപദേശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും ഈ മതം എന്ന് പറയുന്നത് നശിക്കേണ്ട ഒരു സാധനമാണ്. ഇഫ് വി വർ ഇൻ ചാർജ്, ഇതെല്ലാം നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസിൻ്റെ ഒരു മ്യൂസിയം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇത് ഭ്രാന്താണല്ലോ. അപ്പോൾ അത് ചികിത്സിക്കാനുള്ള നല്ലൊരു മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക. അതായിരിക്കും ഏറ്റവും പോയറ്റിക് ജസ്റ്റിസ്. നമുക്ക് അതെ. അപ്പോൾ ഇതിപ്പോൾ ഒന്നെങ്കിൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആയിട്ട് കരുതിയിട്ട് അത് അവിടുത്തെ ലോക്കൽ ഇഷ്യൂ എന്ന് കരുതി വിടുക. അതല്ല, ഇവിടെ എല്ലാവരും ഇപ്പോൾ ഗാസയിലെ പ്രശ്നം പോലെയാണ് ഇപ്പോൾ ഇതൊക്കെ കണക്കാക്കുന്നത്. അതാണ് വേറൊരു പ്രശ്നം. കാരണം അവിടുത്തെ രണ്ടു കൂട്ടർ തമ്മിലുള്ള പ്രശ്നം നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറയാം, ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതുപോലത്തെ കച്ചറ കാണിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം എന്റർടൈൻമെന്റ് മാത്രമാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാറ്. വേറെ എന്തെങ്കിലുമൊക്കെ വാർത്ത കാണാൻ കുറച്ചും കൂടി ഒരു സമാധാനം കിട്ടും. ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ച്
അതിന് വേണ്ടിയിട്ട് അന്തിച്ചർച്ച നടത്തുന്ന കുറച്ച് ടീമുകൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. അവര് നമ്മുടെ നാട്ടിലല്ല ഇഷ്യൂ ഉള്ളത്. അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഇപ്പം ഇതുപോലുള്ള മോണ്യുമെൻറ്റുകളെ ക്ലെയിം ചെയ്യുമ്പോൾ അത് വഖഫ് ക്ലെയിം ചെയ്താലും വേറെ ഏതെങ്കിലും ഹിന്ദു ഔട്ട്ഫിറ്റ് ക്ലെയിം ചെയ്താലും അതൊരു പ്രോബ്ലമാണ്. അത് നമ്മുടെ പൊതു സ്വത്താണ്, അത് രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ്. ആ രാജ്യത്തിൻ്റെ പൊതു സ്വത്ത് ഒരു മതത്തിൻ്റെയും കീഴിലേക്ക് കൊടുക്കരുത്. അത് നമ്മൾ ഇടപെടണം. അത് നമ്മൾ ഇടപെട്ട് അതിനുവേണ്ടി നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക തന്നെ വേണം. അല്ലാതെ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പിന് തമ്മിലുള്ള അടി ഓക്കെ, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് ഇഫ് ഇറ്റ് ഹാസ് ഗോട്ട് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, ഇപ്പോൾ ചിദംബരം ടെമ്പിൾ അല്ലെങ്കിൽ ഇപ്പം തഞ്ചാവൂർ ടെമ്പിൾ, അതാരെങ്കിലും വന്നിട്ട് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും അത് ചോദ്യം ചെയ്യപ്പെടണം. കാരണം അത് ഒരു മതത്തിൻ്റെ പോലും അല്ലത്, അതൊരു ഹെറിറ്റേജാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. എനിക്കൊന്ന് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് 1958 വേറൊരു ആക്ട് വെച്ച് അത് എക്സംപ്ഷനാണ്, അത് എക്സെപ്ഷൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ അത് പിന്നെ പറയാം. അതാണ് ഞാൻ നേരത്തെ താരാസുരം പറഞ്ഞത്. അവിടെ ഇപ്പോൾ പൂജ തുടങ്ങി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La